ഷേർഖാനെ ഇടിച്ചിട്ടെടുപ്പിക്കും. ഈ സമയം കൊണ്ട് മൗഗ്ലി കുഴിയിലേക്ക് എടുത്തു ചാടുകയും താഴെ വീണ ശേഷം എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് പോത്തുകൾ കൂട്ടമായി തന്റെ നേർക്ക് വരുന്നതായി കാണുകയും ചെയ്തു. അവൻ ഓടാൻ ശ്രമിക്കുമെങ്കിലും പോത്തുകളെല്ലാം അടുത്തെത്തിയിരിക്കുകയാണ്. അവൻ അവയുടെ ഇടയിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുകയും ഷേർഖാൻ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. മൗഗ്ലി നോക്കുമ്പോൾ ഷേർഖാൻ തന്നെ കണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പോത്തുകൾ പോയി കഴിഞ്ഞ് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഒന്നും ചിന്തിക്കാതെ അതുവഴി വരുന്ന ഒരു പോത്തിന്റെ ദേഹത്ത് ചാടി പിടിക്കുകയും ഷേർഖാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഇതോടെ ഷേർഖാന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നു. അങ്ങനെ അവൻ മലയിലൂടെ കണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മൗഗ്ലിക്ക് ബോധം വരികയും ഉണർന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അക്കാലത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതായി തോന്നുകയും ചെയ്തു. ഇത് കണ്ട് അവൻ പേടിക്കുമെങ്കിലും ഉടൻ തന്നെ അവർ നിൽക്കുന്നതിന്റെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് കണ്ട് അവൻ താഴേക്ക് ചാടുകയും നേരെ ചെന്ന് താഴെയുള്ള വെള്ളത്തിൽ വീഴുകയും ചെയ്തു. വെള്ളത്തിൽ മുങ്ങി പോകുന്ന അവൻ അവിടെയുള്ള ഒരു തടിയിൽ പിടിച്ചു കിടക്കുകയും വെള്ളത്തിനോടൊപ്പം ഒഴുകി പോവുകയും ചെയ്തു. ഈ സമയം മൗഗ്ലി പോയതിന്റെ വിഷമത്തിലിരിക്കുകയാണ് രക്ഷ. മൗഗ്ലി എന്തിനാ അവിടെ പോയതെന്നൊക്കെ രക്ഷയുടെ മറ്റു കുട്ടികൾ ചോദിക്കുമെങ്കിലും അവൻ പോകുന്നതാണ് അവന്റെ ജീവന് നല്ലതെന്നൊക്കെ രക്ഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പെട്ടെന്ന് ഷേർഖാൻ അവരുടെ ഇടയിലേക്ക് വരികയും എല്ലാവരും ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്തു. അവൻ നേരെ അകേലയുടെ അടുത്ത് വന്ന് അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ആ മനുഷ്യ കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്ന്. പിന്നെ നീയൊക്കെ അവനെ എങ്ങോട്ടാണ് പറഞ്ഞു വിട്ടത് എന്ന് ഷേർഖാൻ ചോദിക്കുമ്പോൾ അവൻ അവന്റെ വർഗമായ മനുഷ്യരുടെ അടുത്തേക്ക് പോയെന്ന് അകേല പറയും. അതെന്തിനാ നിങ്ങൾ അവനെ അവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ നമ്മളോടൊപ്പം നിൽക്കുന്നത് നല്ലതെന്ന് കാട്ടിൽ സമാധാനമാക്കുന്നു. അവൻ അങ്ങനെ പോയാൽ പറ്റും, അവനെ എനിക്ക് കിട്ടിയതല്ല, അവനെ വരുത്താൻ ഈ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകേലയെ ആക്രമിച്ച് ഇക്കയിലേക്ക് എറിഞ്ഞിക്കൊള്ളും. ശേഷം മറ്റുള്ളവരുടെ നേർക്ക് തിരിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് നേതാവിൽ നിന്നും ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ എല്ലാം ഒഴുക്കുണ്ടോ? ആ മനുഷ്യ കുഞ്ഞിനെ എന്റെ കയ്യിൽ കിട്ടുന്നതുവരെ പുഴയുടെ ഒഴുക്കുണ്ടോ? ഈ സമയം മൗഗ്ലി ഒഴുകി ഒഴുകി കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആറല്ലേ ഇത്? ദൂരത്തായിട്ട് കണ്ടോ? പൊൻകുന്നം. ഇങ്ങനെ പൊൻകുന്നം എത്താറായി. അല്ലേ ഓട്ടോ വരുന്നുണ്ടോ? വീയും പോലെയുണ്ട് വഴിയും പോലെയുണ്ട്. ശരിയാ, വീ പോലെയുണ്ട് വഴി പോലെയുണ്ട് കേട്ടാ. മോൻ ഇതൊക്കെ നോക്കിയാലല്ലേ മനസ്സിലാകത്തുള്ളൂ. മോൻ എപ്പോഴും ഇങ്ങനെ താന്നു പോകുന്നിടത്ത് വീ, ഈ പാലത്തേക്കൂടെ പോകുമ്പോ വൈ വൈ വീ വൈ വൈ വീ ഓ പോലുണ്ട്. ഓ വീ ഓ വീ ഓന്നില്ലേ വീ ഉണ്ട്. വീ ഓന്നില്ലേ വീ ഉണ്ട്. റൈറ്റ് പോയാൽ കാഞ്ഞിരപ്പള്ളി എത്തും. ഷോർട്ട് കട്ടായിരിക്കും മോനെ. ഇങ്ങനെയാ പോലെ താഴ്ചയുള്ള വഴിയാണ്, സ്ഥലമാണ്. എടുത്തോണ്ടിരിക്കുവോ? അപ്പുറത്ത് കിട്ടുന്നില്ല.
ഒരു സൈഡിലേ കിട്ടത്തുള്ളൂ. അതെന്താ? അവിടെ എങ്ങനെ കിട്ടാനാ? ഇങ്ങനെ ഫോണിൽ കാണിച്ചാ പോലെ. ഇങ്ങനെയാണോ എടുക്കാൻ പറഞ്ഞത്? ആ നല്ല വഴിയെ കൂടെ പോയാൽ എവിടെ എത്തും പോലെ റാന്നിയോ മനു ഇവിടെ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നു. ഇവിടെ വീഡിയോ ഇട്ടോണ്ടിരിക്കും. മനു ഇവിടെ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നു. മോന്റെ പേരെന്തുവാ? മനു. മോന്റെ പേരോ? നിന്റെ പേര് മനു. ആ എന്റെ പേരും മനു. മോന്റെ പേരോ? നിന്റെ പേര് മനുകൃഷ്ണൻ. മനുകൃഷ്ണനാ? അല്ല നിന്റെ പേര് മനകൃഷ്ണൻ. അല്ല നിന്റെ പേര് മരകൃഷ്ണൻ. എടാ കള്ള ലാവിച്ചോ? നീ കൂടെ തോണ്ട പൈനാപ്പിളിന്റെ തോട്ടം കണ്ടോ? പൈനാപ്പിൾ അല്ല പൈനാപ്പിളാ. ഇവരൊന്നും അറിയത്തില്ല. മോൻ നോക്കിക്ക് ആന ഇറങ്ങി നിൽക്കുന്ന കാണാം. അപ്പൊ കണ്ടോണം, ആനയൊക്കെ ഇറങ്ങി നിൽക്കുന്ന കണ്ടോണം. ചേട്ടാ നിങ്ങൾ കണ്ടായിരുന്നോ ഒരു വല്യമ്മ പറയുന്നേ? ഇവർ ഈ ഒഴുക്ക് വന്നപ്പോഴത്തേക്കിനെ ഒഴുക്കിന്റെ അകത്തൂടെ വന്നത് ഒരു വീട്ടിലെ 4 പേര്, ഒരാളിന് നടക്കാൻ വേണ്ട ഒരാളുണ്ട് കട്ടലിനകത്തേട്ട് വന്നിട്ട് ഓപ്പറേഷൻ ഹലോ ഗെയ്സ് എന്നൊക്കെ നീ പറഞ്ഞോ? അയാളും പറ. ഉണ്ട്. പേരും കൂടെ പക്ഷെ ഇതാർക്കും വീഡിയോ കിട്ടത്തില്ലല്ലോ. കിട്ടുമല്ലോ, എങ്ങനെ? ഞാൻ അപ്ലോഡ് ചെയ്യുമല്ലോ. അവര് എനിക്ക് ഒരു അപ്ലോഡ് ചെയ്ത് തരൂ. തരാമല്ലോ. എന്ത് ഗെയിം ഇത്? ആനയോട് അവര് പറയുന്നത് ചേട്ടന് മാമന് ഇഷ്ടപ്പെട്ട പേരെന്തുവാ? നമ്മുടെ ചാനലിന്റെ പേരാണ് വാവാസ് ഈവ്. എന്തുവാ സംഭവിക്കുന്നത്? പിന്നെ അതിലാ ഉം. വാവാസ് പീന്ന്. വാവാസ് ബി അല്ല, വാവാസ് ഈവ്. ആനയുടെ ചോട്ടിൽ അവര് ആ രാത്രി നമുക്ക് എപ്പോഴും ഇങ്ങനെ ആ എപ്പോഴും ഇടാം. നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോയില്ലേ? എന്താ 1K? അല്ല എന്തായിരുന്നു, 1,00,000 നമുക്ക് ആകുമ്പോയില്ലേ? എന്തോ ആകുമ്പോ പറയടാ. സബ്സ്ക്രൈബേഴ്സ് ആ ആകുമ്പോയില്ലേ നമുക്ക് എന്ത് പറയും കിട്ടുന്നേ? എന്തോ കിട്ടും? പ്ലേ ബട്ടൺ കിട്ടുവോ? അങ്ങനെ അല്ല കിട്ടത്തില്ല. അങ്ങനെ പോയി 100 വരെ എത്തുമ്പോയില്ലേ പ്ലേ ബട്ടൺ കിട്ടും. കിട്ടുവോ? നമുക്ക് അത്രയും കിട്ടുന്നില്ലല്ലോടാ. നമ്മള് ഫസ്റ്റ് തൊട്ടല്ലേ, അല്ല നമ്മള് ഫസ്റ്റ് തൊട്ടല്ലേ വീഡിയോ ആ കാണുന്നത്. മോൻ പറ, എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. അല്ല ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ വേണം, അങ്ങനെ വേണം. ആ എന്തോ പറ, അങ്ങനെ വേണ്ട, പറയടാ. വേണ്ട. വെൽക്കം ബാക്ക് പുതിയ ഹലോ ഗൈസ്, ഉം. ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അപ്പച്ചാനും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മത്സര യാത്രയ്ക്ക് ഇടുക്കിയിലേക്കാണ് നമ്മൾ പോന്നിരിക്കുന്നത്. ഇടുക്കി നിങ്ങൾ ഇത്തിരി കണ്ടോ? ഇടുക്കി എത്തുമ്പോൾ ഒരു സമയമൊക്കെ ആവും, അവിടെ മഞ്ഞും മഴയും ഒക്കെ ആവും. പക്ഷെ ഈ ഒരു കോലം കണ്ടോ, ഒരു മഴയിലും ഒന്നുമില്ല, ക്ലീൻ ആയിട്ടിരിക്കുന്നത്. ഈ ഫോണിൽ എന്ത് നല്ല ഇത് ഇൻട്രോ തുടങ്ങിയിട്ടേ ഉള്ളു. യഥാർത്ഥ വീട്ടിലോട്ട് നമുക്ക്